നമസ്കാരം. ഇത് ദ ഹിന്ദു ദിനപത്രത്തിന്റെ മുഖപ്രസംഗമാണ്. 2 ദിവസം മുമ്പത്തെയാണ്, ഇന്നത്തേതല്ല. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഹിന്ദു എഴുതിയ മുഖപ്രസംഗം. ഹിന്ദുവിന് പിന്നാലെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പത്രങ്ങൾ മുഖപ്രസംഗങ്ങൾ എഴുതി ആ പ്രശ്നത്തെ മുക്തമാക്കിയ സാഹചര്യം എങ്ങനെയാണ് എന്ന് പരിശോധിക്കുകയും അതിൽ ഭാവിയിൽ വരാനിടയുള്ള കാര്യങ്ങളടക്കം വിശകലനം ചെയ്യുകയും വിമർശനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദേശീയ ചാനലുകൾ ഉൾപ്പെടെ ഈ വിഷയത്തെ ഗൗരവത്തിൽ തന്നെ സമീപിച്ചു. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച കേരളത്തിൻ്റെ ഈ സാഹചര്യത്തെ ആരോഗ്യകരമായി അല്ല സമീപിച്ചത് എന്നുള്ള വിമർശനം വ്യാപകമായി ഉയർന്നിരുന്നു. ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട ചില വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. പ്രധാനപ്പെട്ട ചില പത്രങ്ങൾ മുഖപ്രസംഗങ്ങൾ എഴുതാതെ മാറി നിന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമായി ഇപ്പോൾ വിമർശനാത്മകമായി ഉയർത്തപ്പെടുകയാണ്. അന്ന് തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മനോരമയും മാധ്യമവും ഉൾപ്പെടെയുള്ള പത്രങ്ങൾ, 2 പ്രധാന പത്രങ്ങൾ മുഖപ്രസംഗം എഴുതാതെ വിമർശനാത്മകമായിട്ടെങ്കിലും മുഖപ്രസംഗത്തിലൂടെ സമീപനം സ്വീകരിക്കാതെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. മലയാള മാധ്യമങ്ങൾ പ്രധാനമായി 2 രീതിയിലാണ് ഇതിനെ സമീപിച്ചത്. ഒന്ന്, അതിദാരിദ്ര്യ മുക്തി എന്നുള്ള പ്രഖ്യാപനം കേരളത്തിലെ ദാരിദ്ര്യത്തിൻ്റെ കാറ്റഗറിയിൽപ്പെട്ട് നമ്മൾ നൽകുന്ന മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും എന്ന ഭീതി പരത്താൻ മാധ്യമങ്ങളിലൂടെ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള പൊതുവായ കാറ്റഗറിയിൽ പെടുന്നതല്ല. അതിദാരിദ്ര്യം അതിനും കീഴെയുള്ള ഒരു റേഷൻ കാർഡ് പോലും ഇല്ലാത്ത സമൂഹമാണ് എന്ന് പലതവണ ആവർത്തിക്കപ്പെട്ടതും ശ്രദ്ധയിൽപ്പെടാതെ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മാധ്യമങ്ങളും പ്രധാനപ്പെട്ട ചില നേതാക്കളും മഞ്ഞ പിങ്ക് കാർഡുകളുടെ ഈ യോഗ്യത നഷ്ടപ്പെടുത്താൻ പോവുകയാണ് ഈ പ്രഖ്യാപനം എന്നുള്ള വ്യാജ പ്രചരണത്തിനാണ് മുതിർന്നത്. നമ്മൾ ന്യൂസ് അറ്റ് ഹൗസിൽ അത് സംബന്ധിച്ച് വിശദമായ വീഡിയോ നേരത്തെ പരിശോധിച്ചതാണ് ആ പ്രശ്നത്തെ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. APL, BPL ഈ 2 വിഭാഗം കാർഡുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ തന്നെ BPL കാർഡുകളിൽ ദരിദ്രരിൽ ദരിദ്രരായ വിഭാഗം എന്നാണ് അതിനെ നമ്മൾ പറയുന്നത്, അല്ലാതെ അതിദരിദ്ര വിഭാഗം എന്നല്ല. അതിദാരിദ്ര്യം അനുഭവിക്കുന്നത് നമുക്ക് വീട് പോലും ഇല്ലാത്ത, റേഷൻ കാർഡ് പോലും ഇല്ലാത്ത, ഐഡന്റിറ്റി പൊതുരേഖ ഇല്ലാത്ത തരത്തിലുള്ള ആളുകളെയാണ്, അത്തരത്തിലുള്ള ആളുകളെയാണ് മുക്തമാക്കിയത്. ഈ സാഹചര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നാൽ പിന്നീട് ഇത് പ്രഖ്യാപനം വന്നതിൻ്റെ തുടർച്ചയായി കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ സമീപിച്ചത് കേരളത്തിൻ്റെ ആ സാഹചര്യത്തെ സ്വാഭിമാനം സമീപിക്കാവുന്ന ഒന്നല്ല എന്ന മട്ടിലാണ്, തല കുനിക്കേണ്ടതാണ് എന്ന മട്ടിലാണ്. ഇതിനെ വിമർശനാത്മകമായി പല രീതിയിൽ സമീപിച്ചിട്ടുണ്ട്. അതിൽ CPIM ഇതിനെ ഔദ്യോഗികമായി തന്നെ വലിയ തോതിൽ വിമർശനത്തിന് വിധേയമാക്കുകയാണ്. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് ദേശാഭിമാനിയിൽ എഴുതിയ മുഖപ്രസംഗ പേജിൽ എഴുതിയ ഒരു ലേഖനം അതിഗുരുതരമായ ആക്ഷേപങ്ങൾ മലയാളത്തിലെ 2 പ്രധാന പത്രങ്ങൾക്കും മറ്റ് വിമർശനാത്മകമായി മറ്റ് മാധ്യമ സമീപനത്തിനും എതിരെ ഉന്നയിക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അതിനു മുമ്പ് MB രാജേഷ് മന്ത്രി തന്നെ ഉയർത്തിയ ഒരു വിമർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റാണ്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അതിദരിദ്രരെ കണ്ടെത്താൻ 2021 മുതൽ നടത്തുന്ന നിരന്തരമായ പരിശ്രമങ്ങൾക്ക് സർക്കാർ അഭിനന്ദനം അർഹിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഒരിക്കൽ അതിദരിദ്രരെ അതിൽ നിന്ന് മോചിപ്പിച്ചതുകൊണ്ട് അവർ വീണ്ടും തിരിച്ച് അതിദരിദ്രരാവില്ല എന്ന് ഉറപ്പിക്കാനാവില്ല എന്ന മുന്നറിയിപ്പും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകുന്നുണ്ട്. ഘടനാപരമായ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ പരിവർത്തനത്തെ സുസ്ഥിരമാക്കേണ്ടതിൻ്റെ പ്രാധാന്യം പത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം കേരള സ്റ്റോറി എന്ന തലക്കെട്ടിൽ ഹിന്ദു എഴുതിയ മുഖപ്രസംഗത്തെയും പരാമർശിക്കുന്നുണ്ട്. ഈ 2 മുഖപ്രസംഗങ്ങളിലും ചൂണ്ടിക്കാണിച്ച നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അങ്ങേയറ്റം സർക്കാർ വിലമതിക്കുന്നു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും തുടർ പ്രവർത്തനം ദേശീയ ടെലിവിഷൻ ചാനലുകളായ CNN ന്യൂസ് 18, ഇന്ത്യ ടുഡേ, ഡിജിറ്റൽ മാധ്യമമായ ദ ന്യൂസ് മിനിറ്റ് എന്നിവയെല്ലാം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ഇവരെല്ലാം അതിദാരിദ്ര്യ വിമുക്തരായവരുടെ വീടുകളിൽ നേരിട്ട് പോയി അവരുടെ ജീവിതാവസ്ഥയിലുണ്ടായ മാറ്റം വ്യക്തമാക്കുന്ന സമഗ്രമായ റിപ്പോർട്ടുകളാണ് നൽകിയത്. ഈ റിപ്പോർട്ടുകളെല്ലാം കേരളം നടത്തിയ മഹത്തായ ഒരു ദൗത്യത്തെ ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും മുന്നിൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം മറ്റാരും ഏറ്റെടുത്തിട്ടില്ലാത്തൊരു വലിയ വെല്ലുവിളി, മുൻ മാതൃകകളില്ലാത്തൊരു ദൗത്യം കേരളം ഏറ്റെടുത്തു എന്നുള്ളത് അടിവരയിടുകയായിരുന്നു ദേശീയ മാധ്യമങ്ങളെല്ലാം. ദേശീയ മാധ്യമങ്ങൾ നൽകിയ ഈ വിമർശനാത്മകമായ പിന്തുണയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി എന്നാണ് MB രാജേഷ് പറയുന്നത്. യഥാർത്ഥത്തിൽ പ്രാദേശികമായി നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ ഭൂരിഭാഗവും സ്വീകരിച്ച സമീപനത്തിനുള്ള പരോക്ഷമായ വിമർശനം കൂടിയായിരുന്നു MB രാജേഷിനത്. ഒപ്പം ശ്രദ്ധേയമായ കാര്യമാണ് നമ്മൾ ഇന്ന് അടുത്തതായി ഉന്നയിക്കാൻ പോകുന്നത്. നാട് നന്നാകുന്നതിൽ
ഇതിൽ അസ്വസ്ഥരാകുന്നവർ എന്ന തലക്കെട്ടിൽ MV ഗോവിന്ദൻ എഴുതിയ നേർവഴി എന്ന കോളത്തിൽ ദേശാഭിമാനി മുഖപ്രസംഗ പേജിൽ എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിൽ സമഗ്രമായ വിശകലനം, പാർട്ടി താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശകലനം അദ്ദേഹം നടത്തുന്നുണ്ട് CPIM-ൻ്റെ. അതിൽ പ്രതിപക്ഷത്തിൻ്റെ സമീപനത്തെ, അതിദാരിദ്ര്യമുക്തിക്കെതിരായ പ്രതിപക്ഷത്തിൻ്റെ സമീപനത്തെ കർശനമായി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് മാധ്യമ സമീപനത്തെ അദ്ദേഹം വിശകലനം ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഭാഗമാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. മാധ്യമ സമീപനത്തെ പ്രതിപക്ഷത്തിൻ്റെ സമീപനത്തോട് ചേർത്താണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ അതേ കേരള വിരുദ്ധ വികാരം തന്നെയാണ് അവരുടെ മുഖപത്രമായ മലയാള മനോരമയ്ക്കുള്ളത്. ഈ ലോകോത്തര നേട്ടത്തെ പ്രധാന വാർത്തയാക്കിയില്ലെന്നു മാത്രമല്ല, ഒരു മുഖപ്രസംഗം പോലും എഴുതാൻ മനോരമ തയ്യാറായില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രവും മുഖപ്രസംഗം എഴുതിയില്ല. അതായത് മനോരമ, ഈ MV ഗോവിന്ദൻ പറയുന്നത് മനോരമ UDFൻ്റെ മുഖപത്രം എന്ന് CPM എല്ലാ കാലത്തും പറയുന്നതാണ്. ആ മനോരമ മുഖപ്രസംഗം എഴുതിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം, മാധ്യമവും മുഖപ്രസംഗം എഴുതിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ UDF ബന്ധത്തിന് ശേഷം മാധ്യമം പത്രവും മീഡിയ വൺ എടുക്കുന്ന സമീപനം വലിയ തോതിൽ CPIM വിമർശനത്തിന് വിധേയമാക്കുന്നുണ്ട്. പൊതുസമൂഹത്തിലും ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ള സമീപനങ്ങളെ തുടർച്ചയായിട്ട് ഈ ഒരു നേട്ടത്തെ വികലമായി ചിത്രീകരിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്നാണ് ഈ രണ്ട് മാധ്യമങ്ങളുടെയും പേര്, മുഖപ്രസംഗം എഴുതാൻ പോലും തയ്യാറാകാത്ത മാധ്യമങ്ങളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ പറയുന്നത്. അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത ദിവസം നവംബർ 2 മലയാള മനോരമയുടെ പ്രധാന തലക്കെട്ട് മുക്തിയില്ല തർക്കത്തിന് എന്നായിരുന്നു. തർക്കത്തിന് മുക്തിയില്ല, അതിദാരിദ്ര്യത്തിന് മുക്തി ഉണ്ടെങ്കിൽ തർക്കത്തിന് മുക്തിയില്ല എന്നായിരുന്നു. അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം തർക്കത്തിലാണ് എന്ന് ധ്വനിപ്പിക്കുന്ന ഈ തലക്കെട്ടിലൂടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് സംസ്ഥാനം മുക്തമായിട്ടില്ല എന്ന സന്ദേശമാണ് പത്രം നൽകിയത്. സെൻട്രൽ സ്റ്റേഡിയം സമ്മേളനത്തിൽ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി സർക്കാരിൻ്റെ പ്രചാരണ വേദിയായും ചടങ്ങിനെ മാറ്റി എന്നെഴുതാനും ഈ പത്രം തയ്യാറായി. പ്രതിപക്ഷ നേതാക്കളെ വിളിച്ച ചടങ്ങിൽ അവർ പങ്കെടുക്കാതെ മാറി നിന്നതാണെന്ന കാര്യം മറച്ചുവെച്ചുള്ള വിലാപമാണ് മനോരമയുടേത്. കേരളം നന്നാകുന്നതിലുള്ള വെറുപ്പും വിദ്വേഷവുമാണ് മനോരമ പ്രകടിപ്പിച്ചത്. മനുഷ്യത്വത്തിൻ്റെ കണിക പോലും ഇല്ലാത്തവർക്ക് മാത്രമേ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തെ അപഹസിക്കാനും തള്ളിപ്പറയാനും കഴിയൂ എന്ന് മാത്രം പറഞ്ഞു വയ്ക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ കേരളത്തിലെ ഭൂരിപക്ഷം ജനതയുടെയും സമീപനം ഇതല്ല. ഭൂരിപക്ഷം പത്രങ്ങളും ഇത് ഒരു നേട്ടമേ അല്ലെന്ന രീതിയിലുള്ള നിസ്സംഗ സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ ടെലിവിഷൻ മാധ്യമങ്ങൾ അത്രത്തോളം തരം താഴാൻ തയ്യാറായില്ല. ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനം അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്തു. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള യൂട്യൂബ് ചാനലുകളും വെബ് പോർട്ടലുകളും ഈ വാർത്ത പ്രാധാന്യത്തോടെ നൽകി. എ കേരള സ്റ്റോറി എന്ന തലക്കെട്ടിൽ ദ ഹിന്ദു നൽകിയ മുഖപ്രസംഗം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തെക്കുറിച്ചുള്ള സമഗ്ര വിലയിരുത്തലായി. പുരോഗമന സ്വഭാവമുള്ള ഭരണത്തിന് എങ്ങനെയാണ് ജനക്ഷേമത്തിലും വളർച്ചയിലും ഒരുപോലെ ഊന്നാനാവുക എന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നതായി ഹിന്ദു അഭിപ്രായപ്പെട്ടു. ഇത് താഴെത്തട്ടിലെ ജനാധിപത്യത്തിൻ്റെ വിജയവും ബദൽ വികസന മാതൃകയുടെ ഉദാഹരണമായി പ്രചരിപ്പിക്കപ്പെടേണ്ടതുമാണെന്ന് പത്രം ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യം സ്വീകരിക്കേണ്ട മാതൃകയാണിതെന്ന് ദ സ്ക്രോൾ എന്ന വെബ് പോർട്ടലിൽ എഴുതിയ ലേഖനത്തിൽ ബാംഗ്ലൂരു ക്രൈസ്റ്റ് സർവകലാശാലയിലെ അധ്യാപകനായ ഫ്രെഡി തോമസ് അഭിപ്രായപ്പെട്ടു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിൽ അതിദരിദ്രരെ കണ്ടെത്താൻ 2021 മുതൽ നടത്തുന്ന നിരന്തരമായ പരിശ്രമങ്ങൾക്ക് സർക്കാർ അഭിനന്ദനം അർഹിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു. ഡിജിറ്റൽ മാധ്യമമായ ദ ന്യൂസ് മിനിറ്റ്, സത്യ ഹിന്ദി തുടങ്ങിയവയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ നൽകി. ആരൊക്കെ അവഗണിച്ചാലും അപഹസിച്ചാലും CPIM-ഉം LDF സർക്കാരും പാവങ്ങളെ ഇനിയും ചേർത്തുപിടിക്കും, അവരെ കഴിവിൻ്റെ പരമാവധി സംരക്ഷിക്കുകയും ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും എന്നാണ് MV ഗോവിന്ദൻ്റെ ലേഖനത്തിൻ്റെ കൺക്ലൂഷൻ. സമകാലിക സാഹചര്യത്തിൽ കേരളത്തിൽ മാധ്യമങ്ങളുടെ സമീപനത്തിന് എതിരായ ഒരു ചുവട് മുമ്പോട്ട് വെച്ചുകൊണ്ടുള്ള പ്രത്യാക്രമണമാണ് CPM നടത്തുന്നത്. സർക്കാരിൻ്റെ പദ്ധതികളെ തുടക്കത്തിലെ തന്നെ വേരറുക്കുന്ന രീതിയിലുള്ള ആഖ്യാനം സൃഷ്ടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് CPIM-ൻ്റെ ആക്ഷേപം. കുറച്ച് നാളുകളായി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അവർ തിരിച്ചറിയുന്നത്. ഒപ്പം സമീപ നാളുകളിൽ വരാൻ പോകുന്ന പഞ്ചായത്ത് തല ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മാധ്യമങ്ങൾ CPIM
എമ്മിൻ്റെയും സർക്കാരിൻ്റെയും നേട്ടങ്ങളെ എങ്ങനെയാണ് സമീപനം സ്വീകരിച്ച് ആഖ്യാനം നടത്തുന്നത് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളെ വാർത്തകളെ മാക്സിമം വിശകലനം ചെയ്തുകൊണ്ട് സർക്കാർ വിരുദ്ധ വാർത്തകൾ എങ്ങനെ അവർ നൽകുന്നു എന്നുള്ള മട്ടിൽ ആഖ്യാനം ചെയ്യുക എന്നുള്ളതാണ് CPIMൻ്റെ പുതിയ സ്ട്രാറ്റജി എന്ന് തന്നെ വേണം കരുതാൻ. മനോരമയും ജമായത്തെ ഇസ്ലാമിയുടെ മുഖപത്രം എന്ന നിലയിൽ മാധ്യമത്തിനെയും ഈ മട്ടിൽ എടുത്ത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ അതിദാരിദ്ര്യമുക്തി നേടിയ സാഹചര്യം ഓരോ മലയാളിക്കും അഭിമാനകരമായ സാഹചര്യമായിരുന്നു. പക്ഷേ അതിനെ അപനിർമ്മിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങളിൽ ചിലത് ശ്രമിച്ചു എന്നുള്ളത് പ്രത്യേകമായി വിമർശന വിധേയമാക്കേണ്ടതാണ്. ഒരുപക്ഷെ CPIMൻ്റെ വിമർശനം എന്ന നിലയിൽ MV ഗോവിന്ദൻ അത് പറയുന്നതിന് അപ്പുറത്ത് അത്തരത്തിലുള്ള ഒരു വിശകലനം, ആ സമീപനം, ആ വാർത്താ റിപ്പോർട്ടിംഗ് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഭാവിയിലേക്കുള്ള കേരളത്തിലെ മാധ്യമങ്ങളുടെ സമീപനത്തെ നിർണ്ണയിക്കുന്നതിൽ കൂടി സഹായകരമാകും എന്നുള്ളതാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടത്. ഇനിയുള്ള നാളുകളിൽ CPIMും കേരളത്തിലെ മാധ്യമങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക്, ഈ മട്ടിലുള്ള ആശയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുറപ്പാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കടുത്ത സർക്കാർ സംഭവങ്ങൾക്കെതിരായ വാർത്തകൾ, സർക്കാർ പദ്ധതികൾക്കെതിരായ വാർത്തകൾ ഇനിയും തുടർച്ചയായി വരുമെന്ന് CPIMും പ്രതീക്ഷിക്കുന്നുണ്ടാകണം. അത്തരത്തിലുള്ള നാളുകളിൽ ഏത് മട്ടിലാണിത് വരിക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.